ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സിന്ധു ചേച്ചിയും ഭർത്താവിൻ്റെ ഉറ്റ സുഹൃത്തായ സുരേഷും അവർക്ക് വീണ് കിട്ടിയൊരു രാത്രിയും. എന്തായിരിക്കും അന്ന് ആ റൂമിൽ സംഭവിച്ചത്? അവിടെ വെച്ചാണല്ലോ കഥയുടെ രണ്ടാം ഭാഗം അവസാനിപ്പിച്ചത്. ഈ കഥയിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകാൻ ഇതിന് മുൻപത്തെ ഭാഗം പോയി കണ്ടിട്ട് വരും. എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കഥ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. 2 വർഷങ്ങൾക്ക് ശേഷം ഉറ്റ സുഹൃത്തിനെ കാണാൻ വന്ന സുരേഷിൻ്റെ ഏക ലക്ഷ്യം കൂട്ടുകാരനുമൊത്ത് മദ്യപിക്കുക എന്നത് മാത്രമായിരുന്നില്ല. പണ്ടെപ്പോഴും മനസ്സിൽ പച്ച കുത്തിയതുപോലെ പതിഞ്ഞ അവൻ്റെ ഭാര്യ സിന്ധുവിൻ്റെ ശരീരമായിരുന്നു അവൻ്റെ ലക്ഷ്യം. ശശിയില്ലാത്ത പല സാഹചര്യങ്ങളിൽ പലപ്പോഴായി സുരേഷിന് വഴങ്ങിക്കൊടുത്തിട്ടുണ്ട് സിന്ധു. അതുകൊണ്ട് തന്നെ സിന്ധുവിൻ്റെ കൂടെ ഒരു രാത്രി ചിലവഴിക്കാൻ കിട്ടുന്ന ഒരവസരവും സുരേഷ് പാഴാക്കി കളഞ്ഞിട്ടുമില്ല. ജോലി തിരക്കുകൾക്കിടയിലും ഇപ്പോൾ കുറച്ചധികം നാളായി അവർ തമ്മിൽ ഒത്തുചേർന്നിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടുകാരൻ ശശി നാട്ടിൽ വരുന്നുണ്ടെന്നറിഞ്ഞതും അവനോടൊരു സാധനം കൊണ്ടുവരാൻ പറയുന്നത്. എല്ലാം ശശിയുടെ വീട്ടിൽ രാത്രി എത്തിച്ചേരാനുള്ള തന്ത്രമായിരുന്നു. പക്ഷേ ആ പരീക്ഷയിൽ സുരേഷ് വിജയിച്ചു. താൻ എന്താണോ മനസ്സിൽ കരുതിയത് അത് തന്നെ സംഭവിച്ചു. ശശിയുടെ വീട്ടിൽ രാത്രി എത്തിയാൽ മാത്രമേ താൻ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് സുരേഷിനറിയാം. അളവിൽ കൂടുതൽ ശശിയെ കൊണ്ട് കുടിപ്പിച്ചതും അതിനു വേണ്ടിയായിരുന്നു. കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിൽ ശശി ഒരുപാട് മദ്യം കഴിച്ചു. സുരേഷ് ആകട്ടെ വളരെ കുറച്ചാണ് കഴിച്ചതും. ശശിയുടെ ബോധം ഏതാണ്ട് പോകുമെന്ന അവസ്ഥയിലാണ് അവൻ ആ കാഴ്ച കണ്ടത്. ബെഡ്റൂമിലേക്ക് പോകുന്ന സിന്ധുവിനെ ഒന്നും നോക്കിയില്ല സുരേഷ്. പതുക്കെ അവളുടെ റൂമിലേക്ക് അവനും നടക്കാൻ തുടങ്ങി. പണ്ടെപ്പോഴും മനസ്സിൽ പതിഞ്ഞ മുഖം. സുരേഷ് സിന്ധുവിനെ വെള്ളമിറക്കി റൂമിലേക്ക് നടന്നു. സുരേഷ് റൂമിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഇട്ടിരുന്ന നൈറ്റി ഊരി കട്ടിലിട്ട് ഒരു കുഞ്ഞു തൂർത്തെടുത്ത് അർദ്ധനഗ്നയായി തൻ്റെ മാറിൽ കൈവച്ച് ബാത്റൂമിലേക്ക് പോകുന്ന സിന്ധു. സിന്ധുവിനെ കണ്ടതും സുരേഷിൻ്റെ എവറസ്റ്റ് പൊങ്ങാൻ തുടങ്ങി. പതുക്കെ കൈകൊണ്ട് എവറസ്റ്റിനെ അമർത്തിയ ശേഷം അവനും ആ ബാത്റൂമിലേക്ക് നടന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ സിന്ധു ബാത്റൂമിൻ്റെ ഡോറടച്ചു. അപ്പോൾ തന്നെ സുരേഷ് ചെന്ന് വാതിൽ മുട്ടി. സിന്ധു, വാതിൽ തുറക്ക്, ഞാൻ സുരേഷാണ്. അയ്യോ സുരേഷ് ചേട്ടാ, ഒന്ന് വെറുതെ ഇരിക്കേ, ചേട്ടാ ഹാളിലുണ്ട്, ഒന്ന് പോടി. അവൻ ഇനി നാളെ രാവിലെ മാത്രമേ കണ്ണു തുറക്കൂ. അത്രയ്ക്ക് അടിച്ച് ഫിറ്റായിട്ടുണ്ട് നിൻ്റെ ഭർത്താവ്. നീ വാതിൽ തുറക്കും, ഞാൻ എല്ലാം പറയാം. ഒന്ന് വെറുതെ ഇരിക്കും മനുഷ്യ, എനിക്ക് പേടിയാ. ഏയ് നീ ഇപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട, ശശിക്കിപ്പോൾ ഒന്നും ബോധം വീഴില്ല. പ്ലീസ് സിന്ധു, വാതിൽ തുറക്ക് മോളെ. സ്നേഹം നിറഞ്ഞ അവൻ്റെ വിളിയിൽ അവൾ ഒരു നിമിഷത്തേക്കെല്ലാം മറന്നു. പതുക്കെ വാതിൽ തുറന്നു. ചെറിയൊരു വിടവിലൂടെ അവൾ സുരേഷിനെ നോക്കി. ഞാൻ കുളിക്കാൻ തുടങ്ങുമായിരുന്നു, അപ്പോഴാണ് ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേട്ടത്. അപ്പോഴേക്കും സുരേഷ് വാതിൽ വലിച്ചു തുറന്ന് ബാത്റൂമിലേക്ക് ചാടിക്കയറി. ഡോറ് ലോക്കും ചെയ്തു. എന്തായി കാണിക്കുന്നത്? അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ സിന്ധു, കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. ആഹാ, എങ്കിൽ പിന്നെ ഒന്ന് കാണിക്കൂ. അത് കേട്ടതും ഇട്ടിരുന്ന ഷർട്ടും മുണ്ടും അഴിച്ചൊരു മൂലയിലിട്ടു. സുരേഷ് എവറസ്റ്റ് പോലെ പൊങ്ങി നിന്ന അവൻ്റെ ഏത്തക്കുല പിടിച്ച് പതിയെ കുലുക്കാൻ തുടങ്ങി. അയ്യോ, എന്ത് വലുതാണിത്, കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. ഏയ് നീ പേടിക്കൊന്നും വേണ്ട, ഇവൻ നിന്നെ ഒന്നും ചെയ്യില്ല. എൻ്റെ കുട്ടന് നിന്നെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ സിന്ധു. ഇവന് സ്നേഹം കൂടിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ചെറുക്കനെ. ആഹാ, അപ്പോൾ അത്രയ്ക്ക് കുറുമ്പനാണല്ലേ ഇവൻ. പിന്നല്ലാതെ. പക്ഷെ എന്താണെന്നറിയില്ല, എൻ്റെ ഭാര്യയെ കാണുമ്പോൾ പോലും എൻ്റെ ചെറുക്കൻ ഇങ്ങനെ പൊങ്ങില്ല. പക്ഷേ നിന്നെ കാണുമ്പോൾ അവൻ്റെ സ്വഭാവം മാറും കേട്ടോ. അത് ഇവന് നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണ്. നീ അടിച്ചോളൂ, എനിക്കൊരു സമ്മതക്കുറവുമില്ല. ഓ, എനിക്കൊന്നും വയ്യ എന്നും പറഞ്ഞ് സിന്ധു നടന്ന് ഷവറിൻ്റെ കീഴിൽ ചെന്ന് നിന്നു. ഷവർ ഓൺ ചെയ്തു.
ചാറ്റൽ മഴ പോലെ സിന്ധുവിൻ്റെ മുഖത്തും കഴുത്തിലും നെഞ്ചിലും വയറിലുമൊക്കെ ആ വെള്ളം പതിയെ വീഴാൻ തുടങ്ങി. പെട്ടെന്ന് സുരേഷ് വന്ന് ഷവർ ഓഫ് ചെയ്തു. എന്ത് പണിയായി കാണിച്ചത്? എന്തിനാ ഷവർ നിർത്തിയത്? ഇത് വേറൊരു സുഖമാണ് സിന്ധു. ഈ വെള്ളത്തുള്ളികൾ നിൻ്റെ ശരീരത്തിങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്കെൻ്റെ കൺട്രോൾ പോവും സിന്ധു. ആഹാ, കൊള്ളാലോ. നിങ്ങൾക്കെന്താ പട്ടായോ? അതെ, നീ എന്ന സത്യത്തിൽ ലയിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ നിൻ്റെ ലഹരി എന്നിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ് സിന്ധു. ഇവിടെ നിന്ന് പഞ്ചാര വർത്തമാനം പറയാതെ പോകാൻ നോക്ക് എന്നും പറഞ്ഞ് സിന്ധു സുരേഷിനെ തള്ളി മാറ്റാൻ തുടങ്ങി. അപ്പോഴേക്കും അവൻ ആ കൈ പിടിച്ചൊരു 100 ഉമ്മ കൊടുത്തു. ചുംബനത്തിൻ്റെ വേഗവും ആഴവും കൂടാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ സിന്ധു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും സുരേഷ് അവളെ വിട്ടില്ല. വെള്ളത്തുള്ളികൾ പതിഞ്ഞു കിടന്ന അവളുടെ തോളിലും കഴുത്തിലും മാറിലും കക്ഷത്തും അവൻ മാറി മാറി ചുംബിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവൾക്കും ആ സുഖത്തിൻ്റെ തീവ്രത മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ ശരീരം അതിലേക്കായി മാറാൻ തുടങ്ങി. പതുക്കെ കഴുത്തിൽ നിന്ന് സുരേഷിൻ്റെ ചുണ്ടുകൾ നേരെ പോയത് അവളുടെ ചുണ്ടിലേക്കായിരുന്നു. അത്രയ്ക്കും മധുരമായി അവൻ ആ ചുണ്ടിനെ അന്നാണ് നുണഞ്ഞത്. ഇതിനു മുമ്പും സിന്ധുവിൻ്റെ ചുണ്ടിൻ്റെ സ്വാദ് അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അന്ന് ആ ബാത്റൂമിൽ വെച്ചാണ് സിന്ധുവിൻ്റെ ചുണ്ടിൻ്റെ മധുരം അവന് കൂടുതൽ മനസ്സിലായത്. ചുണ്ടിൽ പതിച്ച ചുംബനത്തിൻ്റെ ആവേശത്തിൽ അവരുടെ കൈകളും പരസ്പരം മറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അവളെ സുരേഷിൻ്റെ കൈകൾ ഞെക്കിപ്പിഴിയാൻ തുടങ്ങി. സിന്ധുവിൻ്റെ ശബ്ദത്തിനെ നിയന്ത്രിക്കാൻ അവൾക്ക് പോലും കഴിയാറില്ല. പക്ഷേ ശശി ഉണരില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ അവൾ ആ ബാത്റൂമിൽ ഉറച്ച സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. എന്താണ് സുരേഷ് ഏട്ടാ ഇത്, ഈ കുലച്ച് പൂത്ത് നിൽക്കുന്നത്? നല്ല വലിയ ഏത്തക്കൊല മാതിരി ഉണ്ടല്ലോ. ഈ ഏത്തക്കൊലയ്ക്ക് കുറച്ച് വെള്ളവും വളവും കൊടുക്കാൻ നിനക്ക് പറ്റുമോ സിന്ധു? എനിക്കിതിനെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇവൻ എൻ്റെ കയ്യിൽ പോലും നിൽക്കില്ല. നീ ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ നിന്നെ അറിയിച്ചോളാം. പതുക്കെ സുരേഷിൻ്റെ ചുണ്ടുകൾ സിന്ധുവിൻ്റെ മാമ്പഴങ്ങളുടെ ടേസ്റ്റ് നുണയാൻ തുടങ്ങി. സിന്ധുവിനാകട്ടെ നനഞ്ഞു വിറച്ച ശരീരത്തിൽ തരിപ്പും സുഖവും കൂടിക്കൂടി വന്നു. മാമ്പഴങ്ങളിൽ നിന്ന് അവൻ്റെ ചുണ്ടുകൾ നേരെ പോയത് അവളുടെ ആമ്പൽ പൂവിലേക്കായിരുന്നു. അവളുടെ ആമ്പൽ പൂവിലേക്ക് അവൻ ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. ആ സുഖത്തിൻ്റെ ആഴവും വ്യാപ്തിയും അവൾക്കറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ്റെ മുഖം ആമ്പൽക്കുളത്തിൽ നിന്നെടുക്കാൻ അവൾ സമ്മതിച്ചില്ല. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഡാമിൽ നിന്ന് വെള്ളം അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. പതുക്കെ അവിടുന്ന് എണീറ്റ് സുരേഷ് പറഞ്ഞു, നീ പെട്ടെന്ന് കുളിച്ചിട്ട് വാ. ഇനി നമുക്ക് നേരം വെളുക്കുവോളം കട്ടിലിൽ കിടന്ന് കളിക്കാം. പെട്ടെന്ന് വരണം, ഞാനവിടെ വെയിറ്റ് ചെയ്യും. കുളി കഴിഞ്ഞ് വന്ന സിന്ധു ആദ്യം പോയത് ഹാളിലേക്കാണ്. ശശിയെ ഒരുപാട് തവണ വിളിച്ചിട്ടും അവൻ്റെ അനക്കമൊന്നുമില്ല. അപ്പോഴേക്ക് സുരേഷ് വന്നു. ചേട്ടാ, ഇങ്ങനെ ഒന്ന് പിടിക്കും, കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്താം. രണ്ടുപേരും ഇരുവശങ്ങളിലായി താങ്ങി കട്ടിലിൻ്റെ ഒരറ്റത്തേക്ക് കൊണ്ടുവന്ന് പതുക്കെ കിടത്തി. എന്നിട്ട് സിന്ധുവും സുരേഷും അപ്പുറത്തായി കിടന്നു. ഈ രാത്രി നിനക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. കുറേ നാളായില്ലേ നമ്മളിങ്ങനെ കിടന്നിട്ട്. നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്ക് സിന്ധു. പതുക്കെ സിന്ധുവും സുരേഷും കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ തുടങ്ങി. പാറിപ്പറന്ന് കിടന്നിരുന്ന അവളുടെ മുടിയിൽ പതുക്കെ അവൻ ചുംബിക്കാൻ തുടങ്ങി. നിൻ്റെ മുടിയിലെ കാച്ചിയ എണ്ണയുടെ മണമാണ് എന്നെ മത്ത് പിടിപ്പിക്കുന്നത്. ഒരു പ്രത്യേകതരം മൂടാണ് സിന്ധു അത്. നമുക്കിനി കളിച്ചാലോ? പൂത്ത് കുലച്ച് നിന്ന എൻ്റെ ചെറുക്കനെ എനിക്കിന്ന് തളയ്ക്കണം. സിന്ധു ഒന്നും മിണ്ടിയില്ല. അവളും അതൊക്കെ ആഗ്രഹിച്ചതായിരുന്നു. മണിക്കൂറുകൾ നീണ്ടു നിന്ന കളിയും ഉന്തും തള്ളും പിടിയും വലിയും ഒക്കെയായി അവർ തമ്മിലുള്ള ആ ദിവസം ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു ദിവസമായി മാറാൻ തുടങ്ങിയപ്പോൾ സമയം ക്ലോക്കിൽ 3 മണിയടിച്ചു. ശശി വന്നതിൽ പിന്നെ കാമുകനായ മേശ്ശേരി വിനോദിൻ്റെ സമയമാണ് അതെന്ന് അവൾ ഓർത്തു. മണിക്കൂറുകൾ നീണ്ട സുരേഷിൻ്റെയും സിന്ധുവിൻ്റെയും കളി പകുതി അടച്ച ജനലിൻ്റെ വിടവിലൂടെ വിനോദ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു.
കളിയുടെ ഒടുവിൽ വെള്ളം ധാരധാരയെ ഒഴുകുന്നത് പാതി വെളിച്ചത്തിൽ കണ്ട വിനോദ് ജനൽ ശക്തമായി വലിച്ചു തുറന്നു. ആരാണ് ജനലിൻ്റെ മറുഭാഗത്തുനിന്ന് നിൽക്കുന്നതെന്നറിയാവുന്ന സിന്ധു ഒന്നും അറിയാത്ത പോലെ ബെഡ്ഷീറ്റ് കൊണ്ട് അവളെയും സുരേഷിനെയും പൊതിഞ്ഞു. വിനോദ് കണ്ട കാഴ്ചയ്ക്ക് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അവന് സിന്ധുവിനോടുള്ള റിയാക്ഷൻ? സസ്പെൻസ് നിറഞ്ഞ അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത ഭാഗവുമായി ഞാൻ വേഗം വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.